2.5 വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനായതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കിഫ്ബി പദ്ധതി കേരളത്തിന്റെ മുഖവും മുഖശ്രീയുമായി മാറിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. എല്ലാ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിക്കുന്ന ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ. സാങ്കേതിക തടസ്സങ്ങളെല്ലാം മറികടന്ന് വളരെ പെട്ടെന്ന് ഏറ്റുമാനൂർ പദ്ധതി നടപ്പിലാക്കിയെടുക്കാൻ സാധിച്ചു. 49,852 കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം സാധ്യമാക്കാവുന്ന പദ്ധതികളെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. 17 ലക്ഷം കുടുംബങ്ങളിലായിരുന്നു ഈ ഗവൺമെന്റ് വരുമ്പോൾ കേരളത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ 2.5 വർഷക്കാലം കൊണ്ട് അല്ലെ 3 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം എന്നുള്ളത് 40 ലക്ഷം കുടുംബങ്ങളിൽ കേരളത്തിൽ വെള്ളം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 17 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളമെത്താൻ 60 വർഷക്കാലം വേണ്ടി വന്നെങ്കിൽ ശേഷിച്ച 70 ലക്ഷം വരെയുള്ള കുടുംബങ്ങളിൽ വെള്ളമെത്താൻ ഈ 1.5 വർഷക്കാലം കൂടി ശേഷിക്കുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന സ്ഥിതി കേരളത്തിലുണ്ടായി. സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കിഫ്ബി വഴി കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ തന്നെ കിഫ്ബി പ്രോജക്റ്റ് മുഖാന്തരം 1150 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് തന്നെ ഇപ്പോൾ 93.255 കോടി രൂപ നൽകിയിരിക്കുന്നു. ഈ പദ്ധതിയുടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജലം എത്തിച്ചേരുന്ന പദ്ധതികൾക്ക് നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്നതാണ് അഭിമാനകരമായ നേട്ടം എന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, ഏറ്റുമാനൂർ നഗരസഭാധ്യക്ഷ ലൗലി ജോർജ് പടികര, കേരള വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ഷാജി പാമ്പൂരി, സംഘാടക സമിതി ചെയർമാൻ ES ബിജു, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 93.225 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുക. മീനച്ചിലാറ്റിൽ നിന്ന് ജലം ശേഖരിച്ച് ഏറ്റുമാനൂരിന് സമീപം നേതാജി നഗറിൽ സ്ഥാപിക്കുന്ന 22 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിക്കും. തുടർന്ന് ഏറ്റുമാനൂർ നഗരസഭയിലേക്കും സമീപ ഗ്രാമപഞ്ചായത്തുകളായ അതിരമ്പുഴ, കാണക്കാരി, മാഞ്ഞൂർ എന്നിവിടങ്ങളിലേക്കും ശുദ്ധജലമെത്തിക്കും. ചങ്ങനാശ്ശേരി താലൂക്ക് കരുതലും കൈത്താങ്ങും അദാലത്തിൽ ആകെ ലഭിച്ചത് 276 അപേക്ഷകൾ. 88 പരാതികൾക്ക് ഉടനടി പരിഹാരം കണ്ടതായി അധികൃതർ അറിയിച്ചു. പുതിയ പരാതികളിൽ 15 ദിവസത്തിനകം തീർപ്പുണ്ടാക്കുമെന്ന് മന്ത്രി VN വാസവൻ. മന്ത്രിമാരായ VN വാസവനും റോഷി അഗസ്റ്റിനും പങ്കെടുത്ത് ചങ്ങനാശ്ശേരി താലൂക്കിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ 88 പരാതികൾക്ക് ഉടനടി പരിഹാരം കാണാൻ കഴിഞ്ഞു. 165 അപേക്ഷകളാണ് ഓൺലൈനായി അദാലത്തിലേക്ക് മുൻപ് ലഭിച്ചത്. ഇതിൽ 108 പരാതികളാണ് അദാലത്തിന്റെ പരിഗണനയ്ക്ക് വന്നത്. അദാലത്ത് ദിവസം 111 അപേക്ഷകൾ കൂടി ലഭിച്ചു. മൊത്തം 276 അപേക്ഷകളാണ് അദാലത്തിൽ ലഭിച്ചത്. അദാലത്ത് ദിവസങ്ങളിൽ ലഭിച്ച പുതിയ പരാതികളിൽ 15 ദിവസത്തിനകം തീർപ്പുണ്ടാക്കുമെന്ന് മന്ത്രി VN വാസവൻ കോട്ടയം ജില്ലയിലെ അവസാന താലൂക്ക് തല അദാലത്തായ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് പൊടിമറ്റം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ അറിയിച്ചു. 5 താലൂക്കുകളിലെ 1000-ൽ പരം പരാതികൾ ഈ അദാലത്തുകൾ ശ്രദ്ധിക്കാനിടവുണ്ട്. അതിൽ 400ഓളം പരാതികൾക്ക് നേരത്തെ തന്നെ പരിഹാരം കണ്ടു കഴിഞ്ഞു. ഇന്നത്തേത് കൂടിയാകുമ്പോൾ നമ്മുടെ ജില്ലയിലെ അദാലത്തിൽ വന്ന നേരത്തെ വന്നിരുന്ന എല്ലാ പരാതികളും കേൾക്കുകയും പുതിയതായി വന്നിട്ടുള്ള പരാതികളെല്ലാം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ 15 ദിവസത്തേക്കോ പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് പരിഹരിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഇന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 15 റേഷൻ കാർഡുകൾ കൊടുത്തുകൊണ്ടാണ് ആദ്യം ഉദ്ഘാടന പരിപാടി ഇവിടെ നടക്കുക എന്ന സന്തോഷ വാർത്ത ആദ്യമായി അറിയിക്കുകയാണ്.
വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ അദാലത്തുകളിലൂടെ സാധിച്ചെന്ന് മന്ത്രി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ നടത്തിയ അദാലത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശുഭേഷ് സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകുവാൻ എല്ലാവരും ഒത്തുചേർന്ന് പരിശ്രമിക്കണമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പുന്നപ്പുറ ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും പുന്നപ്പുറ ഗ്രിഗോറിയൻ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കുന്ന ക്ഷീരതീരം പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് 2 പശുക്കളെ വാങ്ങത്തക്ക രീതിയിൽ 94,500 രൂപ കൊടുക്കാൻ സാധിക്കും. ക്ഷീരകർഷകരുടെ പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ 8 കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിക്ക് സംസ്ഥാനം തുടക്കം കുറിച്ചെന്നും മന്ത്രി പറഞ്ഞു. ഞങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് 8 കോടി രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നമ്മളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് അത് ടെൻഡർ നടപടിയിലേക്ക് പോകാതെ തന്നെ അത് കൊടുക്കുവാനുള്ള സംവിധാനം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 50% നിങ്ങളുടെ ഫണ്ടും ബാക്കി നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻഷുറൻസ് പദ്ധതിക്ക് നമ്മളിപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു കർഷകന് ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെ അവർക്ക് കിട്ടുന്ന തരത്തിലുള്ള സംവിധാനമാണ് ക്ഷീരസ്വാന്തനം പദ്ധതിയിലൂടെ കൊണ്ടുവന്നത്. ഇത്തവണ ഗവൺമെൻറ് 3 കോടി ഞങ്ങൾ മാറ്റിവെച്ചെങ്കിലും 1.5 കോടി അതിൽ നിന്ന് വെട്ടിമാറ്റി 1.5 കോടി രൂപ നമ്മുടെ വകുപ്പിൻ്റെയും ബാക്കി ക്ഷേമനിധി ബോർഡ് ഏറ്റവും കൂടുതൽ പണം എടുത്തുകൊണ്ട് നമ്മുടെ 3 മിൽമ കേരളത്തിലെ മിൽമയും അതിനകത്ത് തുക മാറ്റിവെച്ചുകൊണ്ടാണ് അതും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങിൽ എച്ച് സലാം MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ്, കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, കേരള ഫീഡ്സ് ലിമിറ്റഡ് ചെയർമാൻ K ശ്രീകുമാർ, പുന്നപ്പുറ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, പുന്നപ്പുറ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, മറ്റു ജനപ്രതിനിധികൾ, വിവിധ ക്ഷീരസംഘം ഭാരവാഹികൾ, ക്ഷീരകർഷകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്ഷീരസംഗമം ചൊവ്വാഴ്ച സമാപിച്ചു. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സമരം തുടരുന്നു. കോൺഗ്രസ് കുട്ടനാട് സൗത്ത് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇലക്ട്രിസിറ്റി ഓഫീസുകളിലേക്ക് പ്രകടനവും ധർണയും നടത്തി. കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടത്വ വൈദ്യുതി ഓഫീസിലേക്കായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. എടത്വ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഒരു യൂണിറ്റിന് 13 രൂപയ്ക്കടുത്തേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മാത്രമല്ല, നമ്മളെ എതിർത്ത് വോട്ട് ചെയ്ത് CPM വോട്ട് ചെയ്ത് ഇവിടുത്തെ MLA വോട്ട് ചെയ്ത് CPM അടക്കമുള്ള നേതാക്കന്മാർ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ആലോചിക്കണം. നിങ്ങളുടെ കടക്കൽ കെട്ടിവെക്കുവാൻ ഈ സർക്കാർ കഴിഞ്ഞ 8 വർഷകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അതിന് കാരണക്കാർ ആരാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. 2016 25 വർഷത്തേക്ക് വേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു കരാറുണ്ടാക്കിയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. അന്ന് 3 രൂപ 29 പൈസ തൊട്ട് 4 രൂപ 10 പൈസ വരെ ക്രമത്തിൽ 25 വർഷത്തേക്ക് ദീർഘകാല കരാർ ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ 2041 വരെ ആ ചാർജ് കൊടുത്തുകൊണ്ട് ഉപഭോക്താക്കളുടെ മുന്നോട്ട് പോകുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ സർക്കാർ ഇവിടെ ഉണ്ടാക്കി. ആ സർക്കാർ ആരായിരുന്നു നമുക്കറിയാം. അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു നമുക്കറിയാം. ആ മനുഷ്യന്റെ പേരാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി. ധർണാ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് ടിജിൻ ജോസഫ്, നേതാക്കളായ VK സേവ്യർ, വർഗീസ് കോലത്തുപറമ്പിൽ, ആന്റണി കണ്ണംകുളം, ബ്ലസ്റ്റൺ തോമസ്, വേണുഗോപാൽ, KB ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു.
കോൺഗ്രസ് കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ ധർണയും കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. രാമങ്കിരി ഇലക്ട്രിസിറ്റി ഓഫീസിന് മുമ്പിൽ ചേർന്ന പ്രതിഷേധ ധർണയിൽ ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് DCC ജനറൽ സെക്രട്ടറി PG സ്കറിയ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ PN വിജയകുമാർ, മാത്തുക്കുട്ടി കഞ്ഞിക്കര, SD രവി, NC ബാബു, D ലോനപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്തജനസാഗരമായി ശബരിമല. മണ്ഡലം മകരവിളക്ക് മഹോത്സവം ആരംഭിച്ചതിനു ശേഷം നിരവധി ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. തിങ്കളാഴ്ച 87,967 തീർത്ഥാടകർ 18ാം പടി കയറി ശബരീശനെ ദർശിച്ചു. തീർത്ഥാടകർ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ശബരിമല മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി അഭ്യർത്ഥിച്ചു. മണ്ഡലം മകരവിളക്ക് മഹോത്സവം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമല തീർത്ഥാടനത്തിനെത്തിയത് ധനുമാസം 1-ാം തീയതിയായ തിങ്കളാഴ്ചയാണ്. 87,967 തീർത്ഥാടകരാണ് 18ാം പടി കയറി ശബരീശനെ ദർശിച്ചത്. സ്പോട്ട് ബുക്കിംഗിലൂടെ 19,110 തീർത്ഥാടകർ ദർശനത്തിനെത്തി. ചൊവ്വാഴ്ചയും ഭക്തജന തിരക്ക് വർദ്ധിച്ചു. നിർമ്മാല്യ ദർശനത്തിനായി രാത്രിയിൽ തന്നെ പമ്പയിൽ നിന്നും തീർത്ഥാടകർ മല കയറി സന്നിധാനത്തെത്തി. നെയ്യഭിഷേകത്തിനും തിരക്കനുഭവപ്പെട്ടു. എല്ലാ ഭക്തർക്കും സുഖദർശനം സാധ്യമാക്കുന്നതിന് വിവിധ വകുപ്പുകളും ദേവസ്വം ബോർഡും ഏകോപിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നടപ്പന്തലിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വരിയിലൂടെ 18ാം പടി കയറി ദർശനത്തിനെത്താം. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. വലിയ നടപ്പന്തലിൽ ശരംകുത്തി വരെ ഭക്തരുടെ നിര നീളുമ്പോൾ ക്രമമായാണ് കടത്തിവിടുന്നത്. അതേസമയം ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ശബരിമല മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി അഭ്യർത്ഥിച്ചു. ഭഗവാന്റെ പൂങ്കാവനം പുണ്യമാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കി പ്രകൃതിയെ സംരക്ഷിക്കാൻ എല്ലാവരും മനസ്സ് വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ഇപ്പം വളരെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്ര ദർശനം എത്തുന്നവരും കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കുന്നതും നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ ഉള്ള ഒരു പരിശ്രമം നടത്തണം. നമുക്കറിയാം, നമ്മൾ 1-2 ദിവസമൊന്നും കൊണ്ട് അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ട് ഇത് നിശേഷം നമുക്ക് നിർത്തലാക്കാൻ കഴിയില്ല. അതിൽ കുറേശ്ശെങ്കിലും നമ്മളൊരു പരിശ്രമിച്ച ഒരു 1-2 വർഷം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നിശേഷം നമുക്ക് ഒഴിവാക്കി നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാൻ കഴിയും. നമ്മുടെ പൂങ്കാവനം പുണ്യമാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതെല്ലാവരും മനസ്സിൽ കരുതുക. സ്വാമിയെ ശരണയ്യപ്പ. സന്നിധാനത്ത് തിരക്ക് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ സൂക്ഷിച്ചു വേണം ഭഗവത് ദർശനത്തിനെത്തേണ്ടത്. മണ്ഡലകാലം തുടങ്ങി 41 ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അയ്യപ്പൻ ഏറ്റവും വിശേഷപ്പെട്ട മണ്ഡലപൂജയിൽ എല്ലാവരും പങ്കെടുത്ത് നാമജപത്തോടെ മണ്ഡലപൂജ ഭംഗിയായി നടക്കാൻ ഏവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്നും മേൽശാന്തി പറഞ്ഞു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തിയ കേരളോത്സവം 2024 സമാപിച്ചു. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ചമ്പക്കുളം ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും സമ്മേളന സ്ഥലമായ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടത്തി. ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്രയ്ക്ക് ശേഷം സമാപന സമ്മേളനം ചേർന്നു. യുവജനങ്ങളുടെ കലാപരവും കായികപരവും സാംസ്കാരികപരവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് അവരുടെ ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് കൂടിയുള്ള ഒരു അവസരമാണ് കേരളോത്സവം പോലെയുള്ള ഇങ്ങനത്തെ പരിപാടികൾ. നമുക്കറിയാം, നമ്മുടെ ജാതി മത ഭേദമന്യേ നമ്മുടെ ഐക്യവും അഖണ്ഡതയും മതസൗഹാർദ്ദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിനും ഒക്കെ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു തലമുറയാണ് ഇതുപോലെയുള്ള കേരളോത്സവം പോലെയുള്ള പരിപാടികൾ. സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐശ്വരാജു സമ്മാനദാനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മന്മഥൻ നായർ, S. അജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീല സജു, ശ്രീദേവി രാജേന്ദ്രൻ, മെറിൻ ആൻഡ് മാത്യു, ആനി ഈപ്പൻ, S. ശ്രീജിത്ത്, ഗോകുൽ ഷാജി, മധു C. കുളങ്ങര, അജിത് കുമാർ പിഷാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
KPSTA ആലപ്പുഴ ജില്ലാ സമ്മേളനം ജനുവരി 17-18 തീയതികളിൽ ചമ്പക്കുളത്ത് നടക്കും. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം സ്വാഗത സംഘയോഗം ചേർന്നു. KPSTA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KN അശോക് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിജിലൻസ് മാസം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രദേശങ്ങളിലൂടെ വാർത്തജാലം കഴിഞ്ഞിട്ടുള്ള നടപടിയിൽ വിദ്യാഭ്യാസം പങ്കെടുത്തതാണ്. നടപടിയിൽ വെച്ചാണ്. അപ്പോൾ വലിയ സമരമാണ്. പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സമരവും കൂടെ നടത്തേണ്ട ഒരു വലിയ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെല്ലുവിളികൾ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടുള്ള വെല്ലുവിളികൾ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ പുതിയ ടീച്ചർമാരെയും എല്ലാം നമ്മുടെ സംഘടനകളിലേക്ക് ആകർഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ പാർട്ടി നേതൃത്വം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ തരാൻ കഴിയുന്നത്. ചടങ്ങിൽ KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ബിജു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി ജോൺ ബോസ്കോ സ്വാഗത സംഘത്തിന്റെ കരട് അവതരിപ്പിച്ചു. ജനുവരി 17-18 തീയതികളിൽ ചമ്പക്കുളം SNDP ഹാളിലാണ് റവന്യൂ ജില്ലാ സമ്മേളനം നടത്തുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം, KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KD അജിമോൻ, സോണി പവേലിൽ, ബിനോയ് വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VS ശ്രീഹരി, ജില്ലാ സെക്രട്ടറി ER ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാമങ്കരി പഞ്ചായത്ത് 6-ാം വാർഡിൽ മാമ്പുഴക്കരിയിൽ AC കനാൽ തീരത്ത് കൃഷി ചെയ്തിരുന്ന പച്ചക്കറി തൈകൾ കളനാശിനി തളിച്ച് നശിപ്പിച്ച നിലയിൽ. 55,000 രൂപ ചെലവഴിച്ചാണ് സ്ഥലം വൃത്തിയാക്കി കൃഷി ഇറക്കിയതെന്ന് ഇതിനായി മുന്നിട്ടിറങ്ങിയ വീട്ടുകാർ പറയുന്നു. AC കനാൽ നവീകരണത്തിന്റെ ഭാഗമായി കനാലിൽ നിന്നും പോളകൾ വാരി ഈ തീരത്ത് വച്ചിരുന്നു. ഇത് ഒരു മാലിന്യ പ്രശ്നമായി മാറിയപ്പോഴാണ് ഇതിന്റെ എതിർ സൈഡിൽ ഹോട്ടൽ നടത്തുന്നവർ ഈ ജൈവ മാലിന്യങ്ങൾ ഗ്രോ ബാഗിൽ നിറച്ച് ആർക്കും ശല്യമാകാത്ത രീതിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. സ്ഥലം വൃത്തിയാക്കി മാലിന്യങ്ങൾ ഗ്രോ ബാഗിലും ചട്ടിയിലുമായി നിറച്ച് മറ്റ് ജൈവവളങ്ങളും ചേർത്താണ് തൈകൾ നട്ട് കൃഷി തുടങ്ങിയത്. ഏതാണ്ട് 55,000 രൂപയോളം ഇതിനായി ചെലവഴിച്ചെന്ന് കൃഷി നടത്തിയ വീട്ടുകാർ പറഞ്ഞു. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യദ്രോഹികൾ കളനാശിനി തളിച്ച് ഈ കൃഷിയെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. ഹ്രസ്വകാല വിളകളായ പച്ചമുളക്, തക്കാളി, വെണ്ട, കാബേജ്, പയർ തുടങ്ങിയവയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. 500 ഗ്രോ ബാഗായിട്ടാണ് ചെന്നത്. കുറച്ച് സിമെൻറ്റ് ചാക്കും അതിലൊന്നും തികയാതെ വന്നതിന് ശേഷം 3-4 വണ്ടി ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ പുരയിടത്തിൽ കൊണ്ടുവന്ന് മാറ്റി അങ്ങനെ അവിടെ വൃത്തിയാക്കിയിട്ട് കുറച്ച് ഗ്രോ ബാഗും വെച്ച് അതിലെല്ലാം പച്ചക്കറി തൈകളും വെച്ചു. വെള്ളം നനയ്ക്കാനുള്ള സൗകര്യം ചെയ്തു. നനച്ച് തൈ എല്ലാം വെച്ചു. കായ്ച്ചു വന്ന സമയത്ത് 13-ാം തീയതി ആണെന്ന് വിചാരിക്കുന്നു. രാത്രി 14-ാം തീയതിയാണ് വാടി കണ്ടത്. അതുകൊണ്ടാണ് 13-ാം തീയതി രാത്രിയിലാകാനാണ് സാധ്യത. ആരോ സാമൂഹ്യ വിരുദ്ധർ വള്ളത്തേൽ വന്നിട്ടാണ് കളനാശിനി അടിച്ചാണിത് നശിപ്പിച്ചിട്ടുള്ളത്. കളനാശിനി ആറ്റിൽ നിന്ന് അടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് ചെടികളൊക്കെ സേഫായിട്ട് നിൽപ്പുണ്ട്. കാടുണ്ടാകുന്ന ആറ്റിൻ്റെ ഇറമ്പുള്ള കടകളൊക്കെ കരിഞ്ഞിട്ടുണ്ട്. ഒരു 500 തൈയോളമാണിപ്പം നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. അതിനകത്തിപ്പം തക്കാളി, വെണ്ട, പച്ചമുളക്, ക്യാപ്സിക്കം, റെഡ് ഒരു തൈ 20 രൂപ വരെ കൊടുത്ത് വാങ്ങിച്ച തൈ വരെ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ആറ്റിൽ നിന്ന് എവിടേക്ക് ആക്സസ് ഉണ്ടോ ആ ഭാഗത്തുള്ള മുഴുവൻ തൈകളും നശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു പണിക്കൂലി സർവ്വ ചെലവ് 55,000 രൂപയോളം പഞ്ചായത്ത് വൃത്തിയാക്കത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ടും പഞ്ചായത്ത് അതൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവിടെ എല്ലാം റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ ഓടയിലേക്ക് വരെ പുല്ല് വളർന്നിറങ്ങിയ അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. ആർക്കും ശല്യമാകാത്ത രീതിയിൽ കൃഷി ചെയ്ത് പ്രദേശം വൃത്തിയായി സൂക്ഷിച്ചവർക്കാണ് ഇത്തരത്തിൽ ദ്രോഹം നേരിടേണ്ടി വന്നിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജുമോൻ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ സാമൂഹ്യ വിരുദ്ധർ അത് വിഷം അടിച്ച് കരിയിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് ആര് ചെയ്താണെങ്കിലും അത് അപരിവിനയം തന്നെയാണ്. കാരണം വിഷരഹിതമായ പച്ചക്കറിയൊക്കെ കഴിക്കുവാനും അതുപോലെ തന്നെ അവിടെ ഒരു ശുദ്ധമായ രീതിയിൽ അവിടെ ശുചി വരുത്തുവാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭംഗി വരുത്തിക്കൊണ്ട് അവിടെ ഒരു ഹോട്ടലിൻ്റെ വാർത്തയാകുമ്പോൾ ഭംഗിയൊക്കെ കൊണ്ട് ഇവിടെ നാട്ടുകാർക്ക് ഒരു ശല്യമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്ത് വരികയായിരുന്നു. വിളവെടുക്കാൻ പ്രാധാന്യിക്കുന്ന പച്ചക്കറികളായിരുന്നു. അത് കരിച്ച് ഈ വിഷമടിച്ച് കരിയിപ്പിച്ച് അപരിമനയം തന്നെയാണ്. ആര് ചെയ്താലും അത് കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണം. AC കനാൽ തീരം വൃത്തിയാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളും അധികാരികളും മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ടു വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായം ഉയർന്നു വരുമ്പോഴാണ് അതിന് ഘടകവിരുദ്ധമായി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നു. ജനുവരി 13-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ
23-ന് തിരുവല്ലയിലെത്തും. ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 13-ന് വ്യാപാരികൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് സംസ്ഥാനത്ത് വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി തിരുവല്ലയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ തരത്തിലും വ്യാപാര വ്യവസായ സമിതികളുടെ അംഗീകാരം സംസ്ഥാനത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്, അനുകൂലമായ സാഹചര്യമാണ്. ഇതിനെ പ്രധാനപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയണം. ഇവിടെ മർച്ചന്റ് അസോസിയേഷൻ പ്രധാനപ്പെട്ട നമ്മുടെ എതിരാളികളായിട്ട് നിൽക്കുകയാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ശക്തി പ്രകടിപ്പിക്കേണ്ടത്, തെളിയിക്കേണ്ടത്. നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും പ്രവർത്തനവും സഹകരണവും ഇതൊന്നും ഉണ്ടാകുമെന്ന് മാത്രം. യോഗത്തിൽ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ സലാം അധ്യക്ഷനായിരുന്നു. തിരുവല്ല അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. സമിതി ജില്ലാ പ്രസിഡന്റ് ബിജു വർക്കി, വഴിയോര കച്ചവട യൂണിയൻ സെക്രട്ടറി TA റെജികുമാർ, സമിതി ഏരിയ സെക്രട്ടറി ഡൊമിനിക് ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ലത കൊച്ചിപ്പൻ മാപ്പിള, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. 51 അംഗ എക്സിക്യൂട്ടീവും 251 അംഗ ജനറൽ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. മാന്നാർ കുട്ടമ്പേരൂർ ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള 27ാമത് പൊതിച്ചോർ വിതരണവും സൗജന്യ മരുന്ന് വിതരണവും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് മുൻ കേരള ഫീഡ്സ് MD കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ താമസിക്കുന്ന വീടുമായിട്ട് അധികം അകലെയല്ലാത്ത ഒരു പ്രസ്ഥാനമാണിത്. ഇവിടെ വന്നപ്പോഴാണ് ഗാന്ധിഭവനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാം. പുരൂർ സോമരാജൻ ചേട്ടൻ നല്ല അടുപ്പമുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ നമ്മുടെ ഈ അടുത്ത സ്ഥലത്ത് ഇരിഞ്ഞിമേൽ ഇങ്ങനെയൊരു ഭവനം, ഇങ്ങനെയൊരു ദേവാലയം ഉണ്ടെന്നുള്ളത് സതീഷ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അറിയുന്നത്. നമ്മൾ പറയാറുള്ളത് മാനവ സേവയാണ് മാധവ സേവ. മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ AR വരദരാജൻ നായർ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തി നിവാസ്, S സുഭാഷ് ബാബു, ബിന്ദു കളരിക്കൽ, കല്ലാർ മദനൻ, സലിം ചാപ്രായിൽ, രമ്യ, സുമിത്ര എന്നിവർ സംസാരിച്ചു. പുലിയൂർ ശാന്തി തീരത്ത് നടന്ന ചടങ്ങ് പുലിയൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് സജി ചെരവൂർ ഉദ്ഘാടനം ചെയ്തു. അനിയൻ കോട്ടൂർ, ജിത്ത് എന്നിവർ സംസാരിച്ചു. ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് മാവേലിക്കര മുനിസിപ്പൽ കൗൺസിലർ K ഗോപൻ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ചെറുപുഷ്പം, സിസ്റ്റർ സാനിയ, ഉണ്ണി കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു. പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന തൃപ്പെരുന്ന പൂരത്തിന് ആവേശത്തോടെ പെയ്തിറക്കാം. എണ്ണം പറഞ്ഞ 10 ഗജനിരയാണ് ഇരുചേരികളിലുമായി അണിനിരന്നത്. ക്ഷേത്രാങ്കണം തിങ്ങി നിറഞ്ഞ പൂരപ്രേമികൾ പാണ്ടിമേളത്തിനൊപ്പം താളം പിടിച്ച് പെരുന്നയുടെ പൂരം കൊണ്ടാടി. ഗോപുരവാതിൽ കടന്നുവന്ന ആനകളെ പൂരപ്രേമികൾ ആവേശപൂർവ്വം വരവേറ്റു. തുടർന്ന് സുബ്രഹ്മണ്യന്റെ തിടമ്പേറ്റി ഗുരുവായൂർ ഇന്ദ്രസെന്നും മഹാദേവന്റെ തിടമ്പേറ്റി പാമ്പാടി രാജനും ഇരുചേരികളിലുമായി നായകസ്ഥാനം വഹിച്ചു. ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 75-ൽ പരം വാദ്യ കലാകാരന്മാർ അവതരിപ്പിച്ച പാണ്ടിമേളം പൂരത്തിന് ആവേശം പടർത്തി. വർണ്ണവിസ്മയങ്ങളുടെ കാഴ്ചകൾ തുറന്ന് കുടമാറ്റവും അരങ്ങേറി. മാനദണ്ഡപ്രകാരം ആനകളെ നിശ്ചിത അകലത്തിൽ നിർത്തിയായിരുന്നു പൂരം നടത്തിയത്. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് സർവൈശ്വര്യ സ്വസ്തി യജ്ഞത്തിന് സമാരംഭമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സർവൈശ്വര്യ സ്വസ്തി യജ്ഞം ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. ഒന്നാം ദിവസമായ ചൊവ്വാഴ്ച ലോകസമാധാനത്തിനായി വിശ്വശാന്തി പൂജയും ക്ഷേത്രത്തിലെ ചക്കരക്കുളത്തിൽ ഗംഗാരാധനയും നടന്നു. അത്യപൂർവമായ വേദമന്ത്രങ്ങൾ ഉയർന്ന യജ്ഞവേദിയിൽ
പിതൃമോക്ഷത്തിനും അർപ്പണത്തിനുമുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. യജ്ഞത്തിന്റെ 2ാം ദിവസമായ ബുധനാഴ്ച ചണ്ഡികാ പൂജയും വൃക്ഷപൂജയും തുടർന്ന് 3ാം ദിവസമായ വ്യാഴാഴ്ച സ്വസ്തി യജ്ഞവും ഗോപൂജയും നടക്കും. ബ്രഹ്മശ്രീ രമേശ് ഇളമൺ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മുഖ്യ കാര്യദർശി സദ്ഗുരു രാധാകൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം വഹിച്ചു. മീഡിയ കോർഡിനേറ്റർ അജിത് പിഷാരത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് MP, സെക്രട്ടറി PK സ്വാമിനാഥൻ, KS ബിനു എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.